ഹലോ, എല്ലാവർക്കും ബയോസിന്റെ HSST സുവോളജി ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. മൊഡ്യൂൾ 1 സിസ്റ്റമാറ്റിക്സിലെ തിയറീസ് ഓഫ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ടോപ്പിക്കാണ് എടുക്കുന്നത്. പോകാം ക്ലാസ്സിലേക്ക്. വാട്ട് ഈസ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ? ദാറ്റ് ഈസ് എ പ്രോസസ് ദാറ്റ് ഇൻവോൾവ്സ് അറേഞ്ചിങ് ഗ്രൂപ്സ് ഓർ subgroups of organisms into hierarchical categories based on their similarities and dissimilarities. ജീവജാലങ്ങളുടെ സാമ്യതകളുടെ വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓരോ ജീവജാലങ്ങളെയും അനുയോജ്യമായ റാങ്കുകൾ, ഹൈറാർക്കീസ് ഓർ ഗ്രൂപ്പ്സ് എന്ന് പറയും. റാങ്കുകൾ, കാറ്റഗറീസ് അറേഞ്ച് ചെയ്യുക, ഗ്രൂപ്പുകളായിട്ടോ സബ് ഗ്രൂപ്പുകളായിട്ടോ അറേഞ്ച് ചെയ്യുന്ന മെത്തേഡിനെയാണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. The first scientific attempt at biological classification was made by the Greek philosopher Aristotle. ആദ്യമായിട്ട് ഇതിനൊരു അറ്റംപ്റ്റ് നൽകിയത്, ജീവജാലങ്ങളെ വർഗീകരിക്കാൻ ആദ്യമായിട്ട് ശ്രമിച്ചത് അരിസ്റ്റോട്ടിലാണ്. ഫാദർ ഓഫ് സുവോളജി ആൻഡ് ഫൗണ്ടർ ഓഫ് ബയോളജി എന്നറിയപ്പെടുന്ന അരിസ്റ്റോട്ടിൽ തന്നെയാണ്. He classified the plants into herbs, shrubs, and trees, and animals based on the presence or absence of red blood. The basic unit of classification is species. Biological classification history നോക്കാം. ബയോളജിക്കൽ ടാക്സോണമി, ആദ്യമായിട്ട് ആ ടാക്സോണമി കൊണ്ടുവന്നത് അരിസ്റ്റോട്ടിൽ തന്നെയാണ്. ഹൈറാർക്കിക്കൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഓർ ടാക്സോണമി ആൻഡ് ബൈനോമിയൽ നോമൻക്ലേച്ചർ പ്രൊപ്പോസ്ഡ് ബൈ കോൾസ് ലീനിയേഴ്സ്. എന്നാൽ റാങ്കുകളെ, ജീവജാലങ്ങളെ 7 റാങ്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ആദ്യമായിട്ടൊരു ഹൈറാർക്കിക്കൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നതും ഇൻട്രൊഡക്ഷൻ ഓഫ് ബൈനോമിയൽ നോമൻക്ലേച്ചർ അത് കൊണ്ടുവന്നതും കോൾസ് ലീനിയേഴ്സ് ആണ്. ഫെനറ്റിക് ടാക്സോണമി പ്രൊപ്പോസ്ഡ് ബൈ അഡാൻസൺ. ഫൈലോജനി, that is phylogenetic classification proposed by Darwin and also Ernest Haeckel. Evolutionary taxonomy proposed by Mayer and Simpson. Phenetic taxonomy Smith and Stockel. Cladocidal taxonomy Henry. അരിസ്റ്റോട്ടിൽ ക്ലാസിഫൈ ചെയ്ത് നമ്മൾ കണ്ടു. അങ്ങനെയാണെങ്കിൽ കോൾസ് ലീനിയേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻസ് നോക്കാം. അദ്ദേഹമാണ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രൊപ്പോസ് ചെയ്ത് ജീവജാലങ്ങളെ 2 കിങ്ഡമാക്കി ഉൾപ്പെടുത്തി, പ്ലാന്റ് ആൻഡ് അനിമേലിയം. ഓരോ ജീവജാലങ്ങളെയും 7 റാങ്കുകളായിട്ട് ഉൾപ്പെടുത്തി, സ്പീഷീസിൽ നിന്നും കിങ്ഡം വരെയുള്ള 7 റാങ്കുകൾ ഉൾപ്പെടുത്തി 2 കിങ്ഡമാക്കി തിരിച്ചത് കോൾസ് ലീനിയേഴ്സ് ആണ്. 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രൊപ്പോസ്ഡ് ബൈ സ്വീഡിഷ് നാച്ചുറലിസ്റ്റ് കോൾസ് ലീനിയേഴ്സ്. നമുക്കറിയാം ഇതിൻ്റെ അകത്തുള്ള 2 കിങ്ഡം പ്ലാന്റ് ആൻഡ് അനിമേലിയ. ഇദ്ദേഹം ക്ലാസിഫിക്കേഷന്റെ ബേസിൽ അദ്ദേഹം ബുക്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ ബുക്സിലാണ് ഈ ക്ലാസിഫിക്കേഷനെ കുറിച്ച് ഡീറ്റെയിൽസ് നൽകുന്നത്. ബുക്സ് ഏതൊക്കെ നോക്കാം. സ്പീഷീസ് പ്ലന്റാരം ആൻഡ് സിസ്റ്റം നാച്ചുറൽ. സ്പീഷീസ് നോമൻക്ലേച്ചർ 2 വോളിയം, 2 വോളിയത്തിലാണ് അദ്ദേഹം പബ്ലിഷ് ചെയ്തത്. അതിനകത്താണ് മോഡേൺ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചറിനെ പ്രതിപാദിക്കുന്നതും ജീവജാലങ്ങൾക്ക് ബൈനോമിയൽ നോമൻക്ലേച്ചർ കൊണ്ടുവന്ന രീതി ഉൾപ്പെട്ടിരിക്കുന്നതും ആ സ്പീഷീസ് പ്ലന്റാരത്തിലാണ്. സിസ്റ്റം നാച്ചുറൽ, ഇത് അദ്ദേഹത്തിന്റെ ഫൗണ്ടേഷൻ വർക്കാണ്. ഇതിലാണ് അദ്ദേഹം ജീവികൾക്ക് പേര്, നെയിമിംഗ്, നോമൻക്ലേച്ചർ റൂൾസ് കൊണ്ടുവന്നത്. ഇതിലാണ് അദ്ദേഹം പ്രതിപാദിച്ചിരിക്കുന്നത്. ഇതിന്റെ ബേസിലാണ് അദ്ദേഹം പ്ലാന്റ്സിനെ, അനിമൽസിനെയും കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. തിയോഫ്രാസ്റ്റസ്, നോൺ ആസ് ഫാദർ ഓഫ് ബോട്ടണി. ആദ്യമായിട്ട് പ്ലാന്റ്സിനെ നല്ല രീതിയിൽ ക്ലാസിഫൈ ചെയ്തുകൊണ്ട് അദ്ദേഹം ഫാദർ ഓഫ് ബോട്ടണി എന്ന പേര് അറിയപ്പെടുന്നത്. പ്ലാന്റ്സിനെ അതിന്റെ ഹാബിറ്ററ്റ്, ടെക്സ്ചർ, ലൈഫ് സ്പാൻ വെച്ചിട്ട് 4 തിരിച്ചിട്ടുണ്ടായിരുന്നു. ട്രീസ്, ഷ്രബ്സ്, അണ്ടർ ഷ്രബ്സ് ആൻഡ് ഹെർബ്സ്. ഏകദേശം 480ഓളം പ്ലാന്റ്സിനെ അദ്ദേഹം ക്ലാസിഫൈ ചെയ്തത്. എന്നിട്ട് അദ്ദേഹം ബുക്ക് പബ്ലിഷ് ചെയ്തു. അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേര്, ഒരു വർക്കാണ് ഹിസ്റ്റോറിയ പ്ലന്റാരം. ഓർക്കുക, ഇതേ ബുക്ക് മറ്റൊരു സയന്റിസ്റ്റും റിലീസ് ചെയ്തിട്ടുണ്ട്, തിരിഞ്ഞു പോകരുത്, ഹിസ്റ്റോറിയ പ്ലന്റാരം. അതുപോലെ മറ്റൊരു ബുക്കാണ് ദി കോസസ് പ്ലാന്റാരം, ഓൺ ദ കോസസ് ഓഫ് പ്ലാന്റ്സ് എന്ന രീതിയിൽ 2 ബുക്കുകൾ അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്ത പോലെ അനിമൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഹാബിറ്റാറ്റും എൻവയോൺമെന്റിന്റെ ബേസിലാണ് എവിടെ കാണപ്പെടുന്നത്. അതിന്റെ ബേസിൽ ഏരിയൽ, അക്വാട്ടിക്, ടെറസ്ട്രിയൽ ഇങ്ങനെ 3ആയിട്ട് ജീവിത അനിമൽസിനെയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ജോൺറയുടെ ക്ലാസിഫിക്കേഷനിൽ എടുത്തു പറയേണ്ട കാര്യമാണ്, ഹി ഇൻട്രൊഡ്യൂസ് ദ ടേം സ്പീഷീസ്. സ്പീഷീസ് എന്ന ആശയം ആദ്യമായിട്ട് കൊണ്ടുവന്നത് ജോൺറയാണ്. He divided the plants into 2 main categories such as imperfect and perfect. Plants in 2 main categories classify ചെയ്തു. Imperfect, that means lower plants without seed. Perfect, higher plants with seed. ഇങ്ങനെ 2 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തത്. അതുപോലെ തന്നെ ഹാബിറ്റ് വെച്ച് ട്രീസ്, ഷ്രബ്സ്, സബ് ഷ്രബ്സ്, ഹെർബ്സ് എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ബുക്കാണ് ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലന്റാരം. ഇതിനകത്ത് സീഡുള്ള പ്ലാന്റുകളെ 2 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്, 2 ഡിവിഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. മോണോകോട്ടിലഡൻസ്, ഡൈകോട്ടിലഡൻസ് എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്ത ഇദ്ദേഹമാണ്. അനിമൽ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ലെങ്സ് ആൻഡ് കാർഡിയക് സ്ട്രക്ചർ. ലെങ്സിന്റെയും കാർഡിയക് സ്ട്രക്ചറിന്റെ ബേസിലാണ് അനിമൽസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് മെറ്റാമോർഫോസ്, ജീവജാലങ്ങളിൽ മെറ്റാമോർഫോസ് നടക്കുന്നുണ്ടോ ഇല്ലയോ അതിന്റെ അടിസ്ഥാനത്തിലും അനിമൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ മറ്റൊരു വർക്കാണ് മെത്തോഡസ് പ്ലന്റാരം നോവ. He was one of the first to define species based on their ability to
റീപ്രൊഡ്യൂസ് ആൻഡ് പ്രൊഡ്യൂസ് സിമിലർ ഓഫ്സ്പ്രിംഗ്. ആദ്യമായിട്ട് സ്പീഷീസ് എന്ന ആശയം കൊണ്ടുവന്നതും അതിനെ ഡിഫൈൻ ചെയ്തതും ജോൺ ഡ്രേ ആണ്. Classification of Ernest Haeckel. He proposed 3 kingdom classification. 2 kingdom classification Paul Linnaeus ആണെങ്കിൽ 3 kingdom classification കൊണ്ടുവന്നത് ഏണസ്റ്റ് ഹാക്കൽ ആണ്. അദ്ദേഹം പുതുതായിട്ട് ഒരു കിങ്ഡം ഉൾപ്പെടുത്തി പ്ലാന്റും അനിമലിന് പുറമെ പ്രോട്ടിസ്റ്റ എന്ന കിങ്ഡം കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അദ്ദേഹത്തിന്റെ ക്ലാസിഫിക്കേഷൻ പ്രതിപാദിക്കുന്ന ബുക്കാണ് ജനറലിലെ മോർഫോളജി ഓഫ് ഓർഗാനിസം. ജനറൽ മോർഫോളജി ഓഫ് ഓർഗാനിസം പേരിൽ അറിയപ്പെടുന്ന ബുക്ക്. ഹെർബർട്ട് എഫ് കോപ്ലാൻഡ് ആണ് 4 kingdom ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തു. അദ്ദേഹം പുതുതായിട്ട് മൊണീറ എന്ന ഗ്രൂപ്പിനൂടെ ഉൾപ്പെടുത്തി. മൊണീറ, പ്രോട്ടിസ്റ്റ, പ്ലാന്റ്സിന്റെ പേര് മെറ്റാഫൈറ്റ എന്നും അനിമൽസിന്റെ പേര് മെറ്റാസോവ എന്ന രീതിയിൽ 4 കിങ്ഡമായി തിരിച്ചു. മൊണീറ, പ്രോട്ടിസ്റ്റ, മെറ്റാഫൈറ്റ ആൻഡ് മെറ്റാസോവ ഇങ്ങനെ 4 കിങ്ഡം പ്രപ്പോസ് ചെയ്തത് കോപ്ലാൻഡ് സയന്റിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ ബുക്ക് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ലോവർ ഓർഗാൻസ്. Who proposed 5 kingdom classification? We know that R.H. Whittaker. He proposed 5 kingdom classification on the basis of some criteria like cellular structure, body organization, reproduction, mode of nutrition and phylogenetic relationship. അദ്ദേഹത്തിന്റെ 5 kingdoms ഏതൊക്കെയായിരുന്നു? കിങ്ഡം മൊണീറ, that's a kingdom of unicellular prokaryotes. Protista, that is a kingdom of unicellular eukaryotes. Kingdom fungi, there is a kingdom of multicellular decomposers or saprophytes. And plants and animal, plant and animal. ഇങ്ങനെ 5 കിങ്ഡമായിട്ട് തിരിച്ചത്. അദ്ദേഹത്തിന്റെ മേജർ ക്ലാസിഫിക്കേഷൻ നടക്കുന്ന ബുക്സ് ആണ്. ഒന്ന് ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലാന്റ് കമ്മ്യൂണിറ്റീസ് ആൻഡ് ഓർഡിനേഷൻ ഓഫ് പ്ലാന്റ് കമ്മ്യൂണിറ്റീസ്. കാൾവൂസ് പ്രപ്പോസ്ഡ് 6 kingdom ക്ലാസിഫിക്കേഷൻ. കാൾവൂസ് ആണ് 6 kingdom ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്ത് 1990 പ്രപ്പോസ് ചെയ്തത്. അദ്ദേഹം കിങ്ഡം മൊണീറയെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ആർക്കി ബാക്ടീരിയ എന്ന കിങ്ഡവും യു ബാക്ടീരിയ എന്ന കിങ്ഡമായിട്ട് 2 കിങ്ഡം പുതുതായിട്ട് ഉൾപ്പെടുത്തി. ബാക്കി പ്രോട്ടിസ്റ്റ, ഫംഗി, പ്ലാന്റ്, അനിമൽ ഉണ്ട്. കിങ്ഡം മൊണീറയെ സ്പ്ലിറ്റ് ചെയ്ത് ആർക്കി ബാക്ടീരിയ, യു ബാക്ടീരിയ സെപ്പറേറ്റ് കിങ്ഡമായിട്ട് പ്രപ്പോസ് ചെയ്തു. ഓർക്ക, ഹി പ്രപ്പോസ് 3 ഡൊമൈൻ സിസ്റ്റം. അദ്ദേഹം കിങ്ഡത്തിന്റെ മുകളിൽ ഒരു റാങ്ക് കൂടെ പ്ലേസ് ചെയ്തു. അതിന്റെ പേര് ഡൊമൈൻ ആണ്. 3 ഡൊമൈനിലായിട്ടാണ് 6 കിങ്ഡത്തിനെ ഉൾപ്പെടുത്തുന്നത്. ഡൊമൈൻ ഏതൊക്കെയെന്ന് വെച്ചാൽ, ഒന്ന് ഡൊമൈൻ ബാക്ടീരിയ, അതിനകത്താണ് യു ബാക്ടീരിയ എന്ന കിങ്ഡം വരുന്നത്. ഡൊമൈൻ ആർക്കിയിലാണ് ആർക്കി ബാക്ടീരിയ എന്ന കിങ്ഡം വരുന്നത്. ഡൊമൈൻ യൂക്കാരിയിലാണ് ബാക്കി 4 കിങ്ഡമായ പ്രോട്ടിസ്റ്റ, ഫംഗി, പ്ലാന്റ്, അനിമൽ വരുന്നത്. The British Canadian biologist Thomas Cavalier Smith proposed 7 kingdom classification. He grouped the prokaryotes into 2 kingdoms such as kingdom Archaebacteria and kingdom Eubacteria, and also classified the eukaryote organisms into 5 kingdoms such as Protozoa, Chromista, Fungi, Plant and Animalia. ഇവിടെ അദ്ദേഹം തന്നെയാണ് 8 kingdom ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. 8 kingdom ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്ത് അദ്ദേഹം തന്നെയാണ്. അവിടെ 8ാമതായിട്ട് ആർക്കിസോവ എന്നൊരു പുതിയ കിങ്ഡം കൂടെ പ്ലേസ് ചെയ്തു. അതായത് യു ബാക്ടീരിയ, ആർക്കി ബാക്ടീരിയ, ആർക്കിസോവ, പ്രോട്ടോസോവ, ക്രോമിസ്റ്റ, പ്ലാന്റ്, ഫംഗി ആൻഡ് അനിമേൽ. What are the theories of biological classification? First one, essentialism. Second one, nominalism. Third one, empiricism. Fourth one, phonetics. And fifth one, cladistics. ഇതിന്റെയൊക്കെ ബേസിലാണ് ഓരോ സയന്റിസ്റ്റുകളും ബയോളജി ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത്. ഫസ്റ്റ് തിയറി, എസെൻഷ്യലിസം. ഇറ്റ് ഈസ് എ പ്രീ ഡാർവിനിയൻ വ്യൂ. അതായത് ഡാർവിന്റെ ചിന്താഗതികൾക്ക് മുൻപേ ഉണ്ടായിരുന്ന ആശയമാണ് എസെൻഷ്യലിസം എന്ന് പറയുന്നത്. The species have fixed unchanging essence or set of defined traits. ഓരോ സ്പീഷീസിനും ചേഞ്ച് ചെയ്യാൻ കഴിയാത്ത ഒരു എസെൻസ്, ഒരു ക്യാരക്ടർ ഉണ്ട് എന്നാണ് ഇതിലൂടെ പറയുന്നത്. Rooted in Aristotelian philosophy, it categorizes organs by shared essential properties, being variations as deviation from an ideal type rather than as evolutionary change. അതായത് അരിസ്റ്റോട്ടലിന്റെ ചിന്താഗതികളിൽ നിന്നാണ് എസെൻഷ്യലിസം എന്ന ആശയം ഉണ്ടാവുകയും അതിലൂടെ ജീവജാലങ്ങളെ ക്ലാസിഫൈ ചെയ്യുകയും ചെയ്തു. ഇവിടെ എവല്യൂഷണറി ചേഞ്ചിലൂടെ അല്ല, ചെറിയ വേരിയേഷൻ, ഡീവിയേഷനിലൂടെയാണ് ജീവജാലങ്ങൾ ഉണ്ടായെന്നാണ് ഈ എസെൻഷ്യലിസത്തിലൂടെ പറയപ്പെടുന്നത്. വേരിയേഷൻസ് ഇസ് കൺസിഡർഡ് ബൈ ദ ടൈപ്പോളജിസ്റ്റ് ലിറ്റിൽ ഇമ്പോർട്ടന്റ് ഇറലവന്റ്. ഇവിടെ വേരിയേഷന് വളരെ പ്രാധാന്യം നൽകാതെയാണ് ക്ലാസിഫിക്കേഷൻ നൽകിയിരിക്കുന്നത്. അതായത് ചെറിയൊരു ഡീവിയേഷൻ മാത്രമാണ് എന്നാണ് വേരിയേഷനെ പ്രതിപാദിച്ചിരിക്കുന്നത്. പ്ലേറ്റോയും അരിസ്റ്റോട്ടിലൊക്കെ ഇതിന്റെ വക്താക്കളാണ്. ഇതിനെ നമുക്ക് ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയാൻ കഴിയും. നമ്മുടെ അരിസ്റ്റോട്ടിന്റെ ക്ലാസിഫിക്കേഷൻ ഓർത്ത് നോക്കും, റെഡ് ബ്ലഡഡും നോൺ റെഡ് ബ്ലഡഡും. അവിടെ വേരിയേഷൻസ് ഒന്നും വലിയ ഇമ്പോർട്ടന്റ് കൊടുത്തിട്ടില്ല. അദ്ദേഹം നോക്കിയത് ചുമന്ന രക്തമുള്ളതും രക്തമില്ലാത്ത ജീവികളെ അങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ എസെൻഷ്യൽസിന്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ എക്സാമ്പിൾ ആയിട്ട് പറയാം.
ഇതിന്റെ ലിമിറ്റേഷൻസ് പറയുന്നത് ദർ ഇസ് നോ വേ ഓഫ് ഡിറ്റർമിനിങ് വാട്ട് ആർ ദ എസെൻഷ്യൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓർഗാനിസം. ഈ ഒരു ക്ലാസിഫിക്കേഷനിലൂടെ നമുക്ക് ഒരു ജീവിക്ക് വേണ്ട എസെൻഷ്യൽ ക്യാരക്ടേഴ്സ് എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. Polythetic nature of most taxa, there is no single feature is necessary or sufficient for membership. പോളിതെറ്റിക് നാച്ചർ ഓഫ് ടാക്സ് എന്ന് പറയുന്നത് മിക്ക ടാക്സുകളിൽ ഒരുപാട് ജീവജാലങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ഇവർക്കെല്ലാം ഒരേ ക്യാരക്ടറാണ്, അല്ല ഡിഫറന്റ് ക്യാരക്ടേഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഡിഫറന്റ് ക്യാരക്ടേഴ്സ് ഉൾക്കൊള്ളുന്നത് കറക്റ്റ് നിർവചിക്കാൻ ഇതിലൂടെ കഴിയുന്നില്ല. ഇറ്റ് ഡസ് നോട്ട് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ദ ക്യാരക്ടേഴ്സ് മോസ്റ്റ് റിസൾട്ടിംഗ് ഫ്രം ഡിസെന്റ് ദോസ് റിസൾട്ടിംഗ് ഫ്രം കൺവേർജന്റ്. ഇവിടെ എങ്ങനെയാണ് ഡിസെന്റ് ആയിട്ട് ഒരു ഗ്രാജുവൽ ചേഞ്ചിലൂടെ ഓർഗാനിസം ഉണ്ടായി വന്നത് അല്ലെങ്കിൽ കൺവേർജൻസ് എവല്യൂഷനിലൂടെ ഉണ്ടായി വന്നത്, ഇതിനൊരു ഡിഫറൻസ് കണ്ടെത്താനായിട്ട് ഇതിലൂടെ സാധിക്കില്ല. സെക്കൻഡ് തിയറി ആണ് നോമിനലിസം. ഇതും ഒരു പ്രീ ഡാർവിനിയൻ വ്യൂ ആണ്. ഇൻ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഇറ്റ് ഈസ് ദ തിയറി ദാറ്റ് സ്പീഷീസ് ആൻഡ് ഹയർ ടാക്സ് ആർ നോട്ട് റിയൽ ഒബ്ജക്റ്റീവ് എൻറ്റിറ്റീസ് ഇൻ നാച്ചർ ബട്ട് റാദർ ഹ്യൂമൻ കൺസ്ട്രക്ട് നെയിംസ് കൺസെപ്റ്റ് യൂസ്ഡ് ടു ഓർഗനൈസ് ഇൻഡിവിജ്വൽ ഓർഗാനിസം. ഇത് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഒരു മെന്റൽ കൺസ്ട്രക്ഷൻ മാത്രമാണുള്ളത്, മറ്റൊന്നുമില്ല. അതായത് ഇവിടെ ജീവികൾക്ക് ആണ് പ്രാധാന്യം, സ്പീഷീസിന് പ്രാധാന്യമില്ല. മനുഷ്യൻ എന്ത് ചെയ്തിരിക്കുന്നു? നെയിംസ് ഉണ്ടാക്കിയിരിക്കുന്നു, കൺസെപ്റ്റുകൾ ഉണ്ടായിരിക്കും എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് 18th and 19th സെഞ്ചുറിയിലായിരുന്നു പോപ്പുലർ ആയിട്ട് ഉണ്ടായിരുന്നത്. എംപെരിസിസം ഇതും ഒരു പ്രീ ഡാർവിൻ വ്യൂ ആണ്. എംപെരിസിസം ഇൻ ബയോളജി ക്ലാസിഫിക്കേഷൻ ഫേമസ്ലി championed by Michael Adamson argues that our taxonomy should be based on recording, analyzing as many observable characters as possible without relying on prior theories or preconceived essentialist definitions. ഇവിടെ ജീവജാലങ്ങളെ ക്ലാസിഫിക്കുന്നത് മുൻകൂട്ട തിയറിയുടെ ബേസിലൊന്നുമല്ല, അപ്പോൾ ഒബ്സർവ് ചെയ്തിരിക്കുന്ന, റെക്കോർഡ് ചെയ്ത, അനലൈസ് ചെയ്ത ക്യാരക്ടറിന്റെ ബേസിലാണ് ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. It possesses that natural grouping emerge automatically when organisms are grouped by the maximum number of shared features. ഇവിടെ മാക്സിമം നമ്പർ ഓഫ് ഓർഗാനിസം ഷെയ്ഡ് ക്യാരക്ടേഴ്സ് ബേസിൽ പ്ലേസ് ചെയ്തപ്പോഴാണ് ആ സ്ഥാനങ്ങളെല്ലാം ഉണ്ടായെന്നാണ് ഇതിലൂടെ പറയുന്നത്. ഫെനറ്റിക്സും അഡാൻസോണിയൻ തിയറിയൊക്കെ അല്ലെങ്കിൽ ടാക്സോണമിയൊക്കെ ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഫെനറ്റിക്സ് അല്ലെങ്കിൽ ന്യൂമറിക്കൽ ടാക്സോണമി നമ്മൾ മറ്റൊരു ചാപ്റ്റർ ആയിട്ട് തന്നെ അല്ലെങ്കിൽ ഒരു ക്ലാസ് ആയിട്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ ജീവനുകളുടെ ക്യാരക്ടേഴ്സിനെ കോഡുകളായിട്ട് അസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്യാരക്ടേഴ്സ് കൺസിഡർ ചെയ്യുന്ന ഓവറോൾ ക്യാരക്ടേഴ്സ്, മോർഫോളജിക്കൽ, ബയോകെമിക് സിമിലാരിറ്റി എല്ലാം കൺസിഡർ ചെയ്യുന്നു. എന്നാൽ ഫൈലോജനി, എവല്യൂഷണറി ക്യാരക്ടർ കൺസിഡർ ചെയ്യാതെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് കൺസിഡർ ചെയ്ത് കോഡുകളാക്കി അസൈൻ ചെയ്തു. അതോടൊപ്പം തന്നെ മോഡേൺ മെഷീൻസ്, കമ്പ്യൂട്ടർ, കാൽക്കുലേഷൻ ഡിവൈസസിന്റെ സഹായത്തിലാണ് ഡാറ്റ പ്രോസസ്സിംഗിലൂടെയാണ് ഈ ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. 1950 ശേഷം വന്നൊരു അപ്രോച്ച് ആണ്, പോസ്റ്റ് ഡാർവിൻ വ്യൂ ആണ്. ബെർഗേസ് മാനുവൽ ക്ലാസിഫിക്കേഷനിലേക്ക് ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. ക്ലാഡിസ്റ്റിക്സ്, ഫൈലോജനിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു ക്ലാസ് ആയിട്ട് തന്നെ പഠിച്ച കാര്യമാണ്. ബില്ലി ഹെന്നിങ്സ് ആണ് ഇത് പ്രപ്പോസ് ചെയ്തത്. ഇവിടെ ജീവജാലങ്ങളുടെ എവല്യൂഷണറി ട്രേറ്റ് അല്ലെങ്കിൽ ഫൈലോജനിയുടെ ബേസിസിലാണ് ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. അതിന്റെ ബേസിൽ ജീവജാലങ്ങളുടെ ഡിഫറെന്റ് ക്ലൈഡുകളാക്കി ക്ലാഡോഗ്രാം രീതിയിൽ അറേഞ്ച് ചെയ്യുന്ന മെത്തേഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ചെറിയൊരു ടോപ്പിക് ഞാൻ ഡിസ്കസ് ചെയ്തത് തിയറീസ് ഓഫ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്ക് വേണ്ടി കാണാം. ഇന്നത്തെ ക്ലാസ് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ശുഭദിനം.